പ്രഭാത വന്ദനങ്ങൾ. നമുക്ക് പലപ്പോഴും ഒത്തിരി ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ്. പലപ്പോഴും നമ്മുടെ പ്ലാനിനകത്ത് കർത്താവിനോട് നമ്മൾ ചോദിച്ചിട്ടല്ല നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു സെൽഫ് സഫിഷ്യൻറ്റ് വേയിൽ നമുക്കുള്ള അറിവ് വെച്ച്, നമുക്കുള്ള ആഗ്രഹങ്ങൾ വെച്ച്, നമ്മുടെ ഒരു അരഗൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് പല കാര്യങ്ങളും നമ്മൾ സ്വപ്നം കാണുകയും നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും. എന്നാൽ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4:13 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഒരു വ്യക്തി ഇന്നോ നാളെയോ പട്ടണത്തിൽ പോയി ഇവിടെ ഒരാണ്ട് കഴിഞ്ഞ് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 15 പറയുന്നു, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നത് ചെയ്യും എന്നല്ലോ പറയേണ്ടത്. അതായത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്, നമ്മുടെ പ്ലാനിനെക്കാട്ടിലും നമ്മുടെ പദ്ധതിയെക്കാട്ടിലും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് പോസ്റ്റ് ചെയ്യാതെ, നമ്മളെക്കുറിച്ച് പ്രശംസിക്കാതെ, നമ്മുടെ കഴിവുകളെക്കുറിച്ച് പ്രശംസിക്കാതെ, കർത്താവ് നമ്മളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാനായിട്ട്, കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി 3 വചനങ്ങൾ ഇതേ ലേഖനത്തിൽ വീണ്ടും പറയുന്നുണ്ട്. അതായത് യാക്കോബിൻ്റെ ലേഖനം 4:7, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. കർത്താവിന് പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുവാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 8-ാമത്തെ വചനത്തിൽ വീണ്ടും പറയുന്നു, ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 10-ാമത്തെ വചനത്തിൽ വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ താണിരിക്കുവാനായിട്ട്, ഇന്നത്തെ പ്രത്യേകിച്ച് യൗവനക്കാരായിട്ടുള്ളവരെല്ലാം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് താണിരിക്കുവാനായിട്ട്. എന്നാൽ ഇരിക്കുവാനായിട്ടല്ല, തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തും. നിങ്ങൾക്ക് എല്ലാവരുടെയും താണിരിക്കുന്നവരോടെല്ലാം ഞാൻ പറയട്ടെ, ദൈവമാണ് നമ്മൾ ഓരോരുത്തരെ ഉയർത്തുന്നത്, മനുഷ്യരല്ല ഉയർത്തേണ്ടത്. അപ്പോൾ തക്ക സമയത്ത് കർത്താവ് നമ്മളെ എല്ലാം ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്നു കൊണ്ട്, കർത്താവിനോട് അടുത്ത് ചെന്നുകൊണ്ട്, കർത്താവിനോട് കീഴടങ്ങിയിരിക്കുവാൻ നമ്മളെ കർത്താവ് ഉത്സാഹിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒത്തിരി താഴുവാനായിട്ട്, ഞങ്ങൾ ഹമ്പിളാകുവാനായിട്ട്, അങ്ങയുടെ പ്ലാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട്, അങ്ങയുടെ അനുസരണമുള്ളവരായി മാറുവാനായിട്ട്, ഞങ്ങളെ അങ്ങ് ഉയർത്തേണ്ടതിന്, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ താണിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. അങ്ങയുടെ കൃപ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിട്ട്, എപ്പോഴും ഞങ്ങൾ അങ്ങയെ ധ്യാനിക്കുന്നവരായിട്ട് കർത്താവെ മാറുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പ ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.